നല്ല ആരോഗ്യമുള്ള ചെടികളിൽ നിന്ന് മാത്രമേ വാട്ടർ പ്രൊപ്പഗേഷനുള്ള കട്ടിങ്ങുകൾ ശേഖരിക്കാവൂ. ഗുഡ് മോർണിംഗ്. റബ്ബർ പ്ലാന്റിൻ്റെ വാട്ടർ പ്രൊപ്പഗേഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഇവിടെയുള്ള വിവിധ ഇനം റബ്ബർ പ്ലാന്റുകളെ ഒന്ന് കാണാം. ഇത് മാറ്റ് ഫിനിഷ് ഗ്രീൻ കളർ ഇലകളുള്ള ഇനം റബ്ബർ പ്ലാന്റ്. നല്ല ഭംഗിയുള്ള ഈ ഇനം ശരിയായ പരിപാലനമുണ്ടെങ്കിൽ വളരെ ആരോഗ്യത്തോടെ നമ്മുടെ കാലാവസ്ഥയിൽ വളരും. അടുത്തത് ലെമൺ ലൈം റബ്ബർ പ്ലാന്റ്. മഞ്ഞയും പച്ചയും ചേർന്ന വെരിഗേറ്റഡ് ലീഫുകളാണ് ഇതിനുള്ളത്. ഈ റബ്ബർ പ്ലാന്റിനും വെരിഗേറ്റഡ് ലീഫുകളാണുള്ളത്. നല്ല ആരോഗ്യത്തോടെ 6 അടിയിലേറെ പൊക്കത്തിൽ അത് വളർന്നു നിൽക്കുന്നു. നമ്മൾ ഇപ്പോൾ വാട്ടർ പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത് ഈ കാണുന്ന ബർഗണ്ടി കളർ റബ്ബർ പ്ലാന്റ് ആണ്. ഒരു ചെടിയിൽ നിന്നും വാട്ടർ പ്രൊപ്പഗേഷനിലൂടെ വളർത്തിയെടുത്ത ചെടികളാണ് ഈ കാണുന്നതൊക്കെ. നല്ല ആരോഗ്യമുള്ള ചെടികളിൽ നിന്ന് മാത്രമേ വാട്ടർ പ്രൊപ്പഗേഷനുള്ള കട്ടിങ്ങുകൾ ശേഖരിക്കാവൂ. എൻ്റെ കയ്യിലിരിക്കുന്ന കട്ടിങ് ഈ ചെടിയിൽ നിന്നും 1 മാസം മുമ്പ് വാട്ടർ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് എടുത്തതാണ്. അതിലിപ്പോൾ ആവശ്യത്തിന് വേരുകൾ വന്നിട്ടുണ്ട്. കട്ട് ചെയ്ത ചെടിയിൽ പുതിയതായി 2 ബ്രാഞ്ചുകൾ വളർന്നു വരുന്നത് ഇനി കാണാം. 45 ഡിഗ്രി ചരിച്ചുള്ള കട്ടിങ് കൂടി ശ്രദ്ധിക്കുക. 6 ഇഞ്ച് നീളമുള്ള ഒരു കട്ടിങ്ങാണ് ഇനി എടുക്കാൻ പോകുന്നത്. നല്ല ആരോഗ്യത്തോടെ വളരുന്ന ഒരു ചെടിയിൽ നിന്നാണ് കട്ടിങ് എടുക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. നല്ല മൂർച്ചയുള്ള വൃത്തിയായ ഒരു കട്ടർ ഉപയോഗിച്ച് 2 ഇലകൾക്ക് മധ്യേ 45 ഡിഗ്രി ചരിവിൽ ഒരു കട്ടിങ് ചെയ്തിരിക്കുന്നു. ഇനി ആവശ്യമില്ലാത്ത ഇലകളെല്ലാം നീക്കം ചെയ്യാം. കട്ടിങ് തയ്യാറാക്കുമ്പോൾ ചെടിയിൽ നിന്ന് വരുന്ന കറ നമ്മുടെ ദേഹത്ത് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായി വെള്ളമൊഴിച്ച് കട്ടിങ് നന്നായി കഴുകുന്നു. ഇനി 1 മാസമായി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കട്ടിങ് ഒന്ന് പരിശോധിക്കാം. നേരിട്ട് വെയിലേൽക്കാത്ത എന്നാൽ നല്ല പ്രകാശമുള്ള ഒരിടത്താണ് ഈ കട്ടിങ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ബർഗണ്ടി കളർ റബ്ബർ പ്ലാന്റ് കട്ടിങ് കുറച്ച് നാൾ ഇൻഡോർ പ്ലാന്റായി ഉപയോഗിക്കാം. ഇതിലിപ്പോൾ ധാരാളം വേരുകൾ വന്നു കഴിഞ്ഞു. നടുന്നയിടത്തേക്ക് ഇത് ഇനി മാറ്റി വയ്ക്കാം. നമ്മൾ ഇപ്പോൾ എടുത്ത പുതിയ കട്ടിങ്ങാണിത്. 1 മാസത്തോളം ഇനി ഇത് ഭംഗിയുള്ള ഹോം ഡെക്കോർ ഐറ്റമായി ഉപയോഗിക്കാം. 3-4 ദിവസത്തിലൊരിക്കൽ വെള്ളം മാറിക്കൊണ്ടിരിക്കണം. വെള്ളത്തിൽ ഇരുന്ന് വേര് വന്ന കട്ടിങ് നടാൻ ഉപയോഗിക്കുന്നത് 60% ഗാർഡൻ സോയിലും 40% ഭൂമിയും ചേർന്ന പോട്ടിംഗ് മിശ്രിതമാണ്. ചെടിയുടെ ചുവട്ടിൽ ഒട്ടും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും നല്ല വേരോട്ടം ലഭിക്കാനുമായിട്ടാണ് പോട്ടിംഗ് മിശ്രിതത്തിൽ ഭൂമി ചേർക്കുന്നത്. വേര് വന്ന കട്ടിങ് ചെടിച്ചട്ടിയിൽ ഇറക്കി വെച്ച ശേഷം അതിന് ചുറ്റും നന്നായി പോട്ടിംഗ് മിശ്രിതം നിറച്ചു കൊടുക്കുക. അതിനുശേഷം വെള്ളമൊഴിച്ച് ചെടിച്ചട്ടിയിലുള്ള ഗ്യാപ്പെല്ലാം ഫില്ലായി എന്ന് ഉറപ്പുവരുത്തണം. നട്ടതിന് ശേഷം നല്ല പ്രകാശമുള്ള ഒരിടത്തേക്ക് അത് മാറ്റി വയ്ക്കുക. വെയിൽ നേരിട്ട് കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്രകാരം ചെയ്താൽ 1 മാസം കൊണ്ട് തന്നെ നന്നായി വേര് പിടിച്ചു കിട്ടും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. Thanks for watching.